ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അറിഞ്ഞു വിടരാം എന്നുള്ള യൂണിറ്റാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിലുള്ള പ്രവർത്തനവും അതുപോലെ തന്നെ ഇതിലെ 1ാമത്തെ പാഠഭാഗമായിട്ടുള്ള ശാസ്ത്രം മുന്നേറുന്നു എന്നുള്ള പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ജസ്റ്റ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കിട്ടും. അതിൽ കയറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. 4ാമത്തെ യൂണിറ്റാണ് അറിഞ്ഞു വിടരാം. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? മെട്രോ, അതുപോലെ തന്നെ നമ്മുടെ വിമാനം, കമ്പ്യൂട്ടർ, റോക്കറ്റ്, റോബോട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിതിലെ ആദ്യത്തെ ഭാഗം വായിച്ചു നോക്കാം. 50,000-ൽ പരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് സ്റ്റോറേജ് ബാറ്ററി ഉണ്ടാക്കാൻ എഡിസന് കഴിഞ്ഞത്. ഇതറിഞ്ഞ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, 50,000 പരാജയങ്ങൾക്കൊടുവിലാണല്ലേ നിങ്ങൾ സ്റ്റോറേജ് ബാറ്ററി കണ്ടെത്തുന്നതിൽ വിജയിച്ചത് അല്ലേ? എഡിസന്റെ മറുപടി പെട്ടെന്നായിരുന്നു. നിങ്ങളുടെ വിലയിരുത്തൽ ഒട്ടും തന്നെ ശരിയല്ല. ബാറ്ററി നിർമ്മിക്കാൻ പര്യാപ്തമല്ലാത്ത 50,000 വഴികളാണ് ഞാൻ ആദ്യം കണ്ടെത്തിയത് എന്നാണ് എഡിസൺ മറുപടി പറഞ്ഞത്. ഇനി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവയുടെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യത്തെ ചോദ്യം, സുഹൃത്തിൻ്റെ ചോദ്യത്തോട് എഡിസൺ എങ്ങനെയാണ് പ്രതികരിച്ചത്? എന്തായിരുന്നു എഡിസൺ പറഞ്ഞത്? 50,000 പരാജയങ്ങൾക്കൊടുവിലാണല്ലോ നിങ്ങൾ സ്റ്റോറേജ് ബാറ്ററി കണ്ടുപിടിച്ചത് എന്ന സുഹൃത്തിൻ്റെ ചോദ്യത്തിന് നിങ്ങളുടെ വിലയിരുത്തൽ ഒട്ടും ശരിയല്ല. ബാറ്ററി നിർമ്മിക്കാൻ പറ്റാത്ത 50,000 വഴികളാണ് ഞാൻ ആദ്യം കണ്ടെത്തിയത് എന്നായിരുന്നു എഡിസന്റെ മറുപടി. അപ്പോൾ അതാണ് എഡിസൺ പറഞ്ഞ കാര്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, എഡിസന്റെ പ്രതികരണത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? എന്താണ് ഇതിലൂടെ നമുക്ക് മനസ്സിലായത്? ഓരോ പരാജയവും യഥാർത്ഥത്തിൽ പരാജയമല്ല, വിജയത്തിലേക്കുള്ള മറ്റൊരു വഴിയാണ്. അതും വിജയം തന്നെയാണ് എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ പരാജയവും എന്താണ്? നമുക്ക് അടുത്ത പ്രാവശ്യം വിജയിക്കാനുള്ള പ്രചോദനവും വഴിയുമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തേതാണ്, പലതവണ പരിശ്രമിച്ച് ഒടുവിൽ വിജയിച്ച ഏതെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുള്ള, എന്തെങ്കിലും പരിശ്രമിച്ചിട്ട് വിജയം കണ്ടെത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ അവസാനമാണ് വിജയം കണ്ടെത്തിയത് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളവിടെ എഴുതുക. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിരീക്ഷണവും ക്ലാസ്സിൽ പങ്കുവെക്കാനും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു തുടക്കത്തിലുള്ള പ്രവർത്തനം. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ശാസ്ത്രം മുന്നേറുന്നു എന്നുള്ളതാണ് പാഠഭാഗം. ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ മാത്രമാണല്ലോ നമ്മൾ മുന്നേറുന്നത്. പുതിയ പുതിയ കണ്ടെത്തലുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? ഒരുപാട് പരീക്ഷണം ചെയ്തിട്ട് തന്നെയാണ് അല്ലേ. ചിലത് ഇപ്പോൾ എഡിസൺ പറഞ്ഞ പോലെ 50,000 തവണയൊക്കെ അതിൽ തോറ്റുപോയിട്ടാണ് നമ്മളൊരു കാര്യം കണ്ടെത്താറുള്ളത്. അപ്പോൾ പരീക്ഷണങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ജവഹർലാൽ നെഹ്റു 1930-33 കാലഘട്ടത്തിൽ ജയിലിൽ വെച്ച് മകൾ 10 വയസ്സുകാരി ഇന്ദിരയ്ക്ക് അയച്ച കത്തുകളുടെ സമാഹാരമായ വിശ്വചരിത്രാവലോകനത്തിൽ നിന്ന് എടുത്ത ഭാഗമാണ് ഇത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് ശാസ്ത്രം മുന്നേറുന്നു എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം. നമുക്ക് എന്തായാലും വായിച്ചു നോക്കാം. അതിനുശേഷം പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ശാസ്ത്രം മുന്നേറുന്നു. ഓമിനെ, നിനക്ക് ഞാൻ എന്തെഴുതട്ടെ? ഞാൻ എവിടെ നിന്ന് തുടങ്ങട്ടെ? ഭൂതകാലത്തെ പറ്റി ഓർക്കുമ്പോൾ അനവധി ചിത്രങ്ങൾ എൻ്റെ മനസ്സിലൂടെ കുതിച്ചുപായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ് അവയിൽ ചിലത്. ഉടൻ ഞാൻ അവയെക്കുറിച്ച് മനോരാജ്യം കൊള്ളുകയായി. മിക്കവാറും അറിയാതെ തന്നെ കഴിഞ്ഞുപോയ സംഭവങ്ങളെ ഇന്ന് നടക്കുന്നവയുമായി താരതമ്യപ്പെടുത്തി അതിൽ നിന്ന് നിനക്ക് മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന ചില പാഠങ്ങൾ കുറിക്കട്ടെ. മനുഷ്യർ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന എല്ലാത്തരം തിരക്കുകളേക്കാൾ കൗതുകകരമായൊരു ജീവിയാണ്. കാരണം മറ്റൊരു ജീവിക്കുമില്ലാത്ത ഒരു വിശേഷ വസ്തുവും കൊണ്ടാണ് അവൻ വന്നത്. മനസ്സ്, ജിജ്ഞാസ, അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ആഗ്രഹമാണ് അത്. അങ്ങനെ ആദ്യകാലം മുതൽ തന്നെ മനുഷ്യരുടെ അന്വേഷണം ആരംഭിച്ചു. ഒരു ശിശുവിനെ സൂക്ഷിച്ചു നോക്കൂ. അതെങ്ങനെ തൻ്റെ ചുറ്റുപാടുമുള്ള നൂതനവും ആശ്ചര്യകരവുമായ ലോകത്തെ മിഴിച്ചു നോക്കുന്നു. എങ്ങനെ ആളുകളെയും പദാർത്ഥങ്ങളെയും തിരിച്ചറിയാൻ തുടങ്ങുന്നു. എങ്ങനെ ഓരോന്ന് മനസ്സിലാക്കുന്നു. ഒരു ചെറിയ പെൺകുട്ടിയെ എടുക്കൂ. ആരോഗ്യകരവും പ്രസരിപ്പുമുള്ള ഒരു കുട്ടിയാണ് അവളെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെ ചോദ്യങ്ങൾ അവൾ ചോദിക്കും. ഇതേ വിധം തന്നെ ചുറ്റുമുള്ള ലോകം നൂതനവും ആശ്ചര്യകരവും ഒട്ടേറെ
ഭയജനകവും ആയിരുന്ന ആ ചരിത്രാരംഭത്തിൽ ശിശുപ്രായരായ മനുഷ്യർ അത്ഭുതത്തോടെ ചുറ്റുപാടും മിഴിച്ചു നോക്കിയിട്ടുണ്ടാവും. പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. എന്നാൽ അവൻ തന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ്? വേറെ ആരുണ്ട് അന്ന് മറുപടി പറയാൻ? എങ്കിലും എൻ്റെ പക്കൽ വിസ്മയാവഹമായ ഒരു വസ്തു ഉണ്ടായിരുന്നു, മനസ്സ്. ഇതിൻ്റെ സഹായത്തോടുകൂടി സാവധാനത്തിലും പണിപ്പെട്ടും അവൻ അനുഭവങ്ങൾ ശേഖരിച്ചു തുടങ്ങുകയും അവയിൽ നിന്ന് പലതും പഠിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യകാലം മുതൽക്ക് ഇന്നോളം മനുഷ്യരുടെ അന്വേഷണം തുടർന്നു പോന്നു. പലതും അവർ ഇതിനിടയ്ക്ക് കണ്ടുപിടിച്ചു. 19-ാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിൻ്റെ ഗതിക്ക് വേഗത കൂടി. ശാസ്ത്രം ഒന്നിനു പുറകെ പല അത്ഭുതങ്ങളും സാധിച്ചു. കണ്ടുപിടുത്തത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും ഈ നിരവസാനമായ ഘോഷയാത്ര ആളുകളുടെ കണ്ണിഞ്ചിപ്പിച്ചു. ഈ കണ്ടുപിടുത്തങ്ങളിൽ പലതും ജനങ്ങളുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തി. കമ്പി, ദൂരശ്രവണയന്ത്രം, മോട്ടോർ വാഹനം, അവസാനമായി വിമാനം എന്നിവ വഴിക്കുവഴിയെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങേയറ്റത്ത് ഏറ്റവും വിദൂരവർത്തിയായ ജ്യോതിർഗോളങ്ങളെയും ഇങ്ങേയറ്റത്ത് അദൃശ്യമായ പരമാണുവിനെയും അതിൻ്റെ അവാന്തര ഘടകങ്ങളെ പോലും അളന്നു തിട്ടപ്പെടുത്താൻ ശാസ്ത്രം സാഹസപ്പെട്ടു. അത് മനുഷ്യരുടെ ക്ലേശങ്ങളെ ലഘൂകരിച്ചു. അനേക ലക്ഷം ആളുകൾക്ക് ജീവിതം കൂടുതൽ ശ്രമരഹിതവും സുഖകരവുമായി തീർന്നു. ലോകത്തിൻ്റെ ജനസംഖ്യ ഗണ്യമായി വർദ്ധിക്കാൻ തുടങ്ങി. വ്യവസായ പ്രധാനമായ രാജ്യങ്ങളിൽ വിശേഷിച്ചും. അതോടൊപ്പം തന്നെ ശാസ്ത്രം നശീകരണത്തിനുള്ള ഏറ്റവും സമൃദ്ധമായ സാമഗ്രികളും സൃഷ്ടിച്ചു വെച്ചു. എന്നാൽ ഇത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല. പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ ആജ്ഞാശക്തിയെ വർദ്ധിപ്പിക്കുകയായിരുന്നു ശാസ്ത്രത്തിൻ്റെ ജോലി. ആ ജോലി അത് മുറക്ക് നിർവഹിച്ചു. എന്നാൽ പ്രകൃതിയുടെ മേൽ ഇത്രയും ആജ്ഞാശക്തി നേടിയ മനുഷ്യനാകട്ടെ തന്നെത്താൻ ആജ്ഞേപിക്കേണ്ടതെങ്ങനെയെന്ന് അറിഞ്ഞുകൂടായിരുന്നു താനും. അതിനാൽ അയാൾ പലപ്പോഴും പിഴച്ചു പെരുമാറുകയും ശാസ്ത്രത്തിൻ്റെ സമ്മാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും ശാസ്ത്രം അതിൻ്റെ മുന്നോട്ടുള്ള ജൈത്രയാത്ര മുറക്ക് തുടർന്നു. വെറും ഒരു 150 വർഷത്തിനിടയ്ക്ക് അതിനു മുമ്പുണ്ടായ എല്ലാ സഹസ്രാബ്ദങ്ങൾക്കും കൂടി ഒട്ടാകെ സാധിച്ചതിലേറെ ലോകത്തെ ആകെ മാറ്റിമറിക്കുകയും ചെയ്തു. ഏതു വഴിക്ക് നോക്കിയാലും ജീവിതത്തിൻ്റെ ഏത് തുറയെടുത്താലും ശാസ്ത്രം ലോകത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതായി കാണാം. ശാസ്ത്രത്തിൻ്റെ ഈ മുന്നേറ്റം ഇന്നും തുടർന്നു വരികയാണ്. അത് അധികം വേഗത്തിൽ മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വിശ്രമമില്ല. ഒരു തീവണ്ടിപ്പാത നിർമ്മിക്കുന്നു. ഒരുമിച്ച് പ്രവർത്തിക്കാറാകുമ്പോഴേക്കും തന്നെ അത് പഴഞ്ചനായി കഴിഞ്ഞു. നാം ഒരു യന്ത്രം വാങ്ങി സ്ഥാപിക്കുന്നു. 1-2 കൊല്ലം കഴിയുമ്പോഴേക്ക് അതേ തരത്തിലുള്ള കൂടുതൽ നൂതനവും പ്രവർത്തനക്ഷമവുമായ യന്ത്രങ്ങൾ വരികയായി. അങ്ങനെ പോകുന്നു പുരോഗതിയുടെ ഈ തുടർച്ച. വിശ്വചരിത്രാവലോകം ഭാഗം 2 ജവഹർലാൽ നെഹ്റു. ഇത് വിവർത്തനം ചെയ്തത് വി രാമുണ്ണി മേനോനാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ലോകം എന്ന് പറയുന്ന അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്ന ഈ ഒരു ലോകത്ത് ഒരുപാട് പുരോഗതി വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷെ അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും പ്രകൃതിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാനും മനുഷ്യൻ മറന്നുപോയില്ല. അപ്പോൾ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് എപ്പോഴും നല്ലത്. പക്ഷേ അതല്ലാത്ത മുന്നേറ്റങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടിക്ക് ആ ഒരു മകൾക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒരു കുറിപ്പ് പോലെയാണ് ശാസ്ത്രം മുന്നേറുന്നു എന്നുള്ള വിഷയത്തിൽ ജവഹർലാൽ നെഹ്റു ഈ ഒരു എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ പ്രവർത്തനങ്ങളാണ്. കണ്ടെത്താൻ പറയാം എന്നുള്ള പ്രവർത്തനം ആദ്യം നോക്കാം. ഇതിലെ ആദ്യത്തെ ചോദ്യം, മനുഷ്യർ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന എല്ലാത്തരം തിരക്കുകളേക്കാൾ കൗതുകകരമായ ഒരു ജീവിയാണ്. മനുഷ്യന് മറ്റു ജീവികളേക്കാൾ എന്ത് വ്യത്യസ്തതയുണ്ടെന്നാണ് നെഹ്റു സൂചിപ്പിക്കുന്നത്. എന്ത് വ്യത്യസ്തമാണുള്ളത്? മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർക്ക് മനസ്സുണ്ട്. ഇത് അവരിൽ അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനുള്ള ആഗ്രഹം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് നെഹ്റു സൂചിപ്പിച്ചത്. രണ്ടാമത്തേത്, എന്നാൽ അവൻ തന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ്? വേറെ ആരുണ്ട് അന്ന് മറുപടി പറയാൻ? ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞത് എങ്ങനെയാണ് കഴിഞ്ഞെന്നാ പറയുന്നത്? മനുഷ്യന്റെ പക്കൽ വിസ്മയാവഹമായ മനസ്സുണ്ടായതുകൊണ്ടാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞത്. അവൻ മനസ്സിന്റെ സഹായത്തോടെ സമാധാനത്തിനും പണിപ്പെട്ടും അനുഭവങ്ങൾ ശേഖരിക്കുകയും അവയിൽ നിന്നും പലതും പഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവനക്ക് ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞതെന്നാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം,
എന്നാൽ ഇത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല. എന്തിനെ കുറിച്ചാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്? എന്തായിരുന്നു? ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെ ഫലമായി അനേക ലക്ഷം ആളുകൾക്ക് ജീവിതം കൂടുതൽ ശ്രമരഹിതവും സുഖകരവുമായി തീർന്നു. അതോടൊപ്പം ശാസ്ത്രം തന്നെ നശീകരണത്തിനുള്ള ഏറ്റവും സമൃദ്ധമായ സാമഗ്രികളും സൃഷ്ടിച്ചു. എന്നാൽ ഇത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യമാണ്, 19-ാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിൻ്റെ ഗതിക്ക് വേഗത കൂടി. ഈ പ്രസ്താവനയ്ക്ക് തെളിവായി ലേഖനത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം? എന്തിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്? 19-ാം നൂറ്റാണ്ടോടുകൂടി കമ്പി, ദൂരശ്രവണ യന്ത്രം, മോട്ടോർ വാഹനം, വിമാനം എന്നിങ്ങനെ തുടരെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇതാണ് 19-ാം നൂറ്റാണ്ട് പുരോഗമിച്ചപ്പോൾ മാറ്റത്തിൻ്റെ ഗതിക്ക് വേഗത കൂടി എന്നവിടെ സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തത്, ശാസ്ത്രത്തിൻ്റെ സമ്മാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നതിൻ്റെ കാരണമായി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? പ്രകൃതിക്ക് മേലുള്ള മനുഷ്യൻ്റെ ആജ്ഞാശക്തി വർദ്ധിച്ചപ്പോൾ മനുഷ്യർ അതിനെ സ്വയം നിയന്ത്രിക്കാനോ ആജ്ഞാപിക്കേണ്ടത് എങ്ങനെയാണ് അറിയാനോ കഴിയാതിരുന്നതാണ് ശാസ്ത്രത്തിൻ്റെ സമ്മാനങ്ങളെ ദുരുപയോഗം നടത്തുന്നതിന് കാരണമായത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, കണ്ടെത്താം എഴുതാം എന്നുള്ളത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അറിയുവാൻ ഒത്തിരി ബാക്കി എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത്. അറിഞ്ഞോതേണ്ടതൊക്കെയും പറഞ്ഞിട്ടില്ല പൂർവികൾ, അറിഞ്ഞാലും പറഞ്ഞാലും മുടുങ്ങാതുണ്ട് വാസ്തവം. പദ്യകൃതികൾ സഹോദരൻ അയ്യപ്പൻ എഴുതിയതാണ്. ഈ കവിതാഭാഗം എന്തെല്ലാം പറയുന്നുണ്ട്? കഴിഞ്ഞ കാലത്ത് എന്തെല്ലാം അറിവുകൾ കണ്ടെത്തിയിട്ടില്ല, ഇനിയും ഒട്ടേറെ അറിവുകൾ കണ്ടെത്താനുണ്ട്. അപ്പം നെഹ്റുവിൻ്റെ ലേഖനം വീണ്ടും വായിക്കുക, എന്നിട്ട് അറിവിനെ കുറിച്ച് ഈ കവിതാഭാഗത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ കവിതാഭാഗത്ത് പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നെഹ്റുവിൻ്റെ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി വേണം നമ്മൾ തയ്യാറാക്കാൻ. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. നമ്മൾ അറിയേണ്ടിയിരുന്ന അറിവുകൾ മുഴുവനായും പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അവർക്ക് അത് പറഞ്ഞു തീർക്കാനും കഴിയില്ല. കാരണം പറഞ്ഞാലും അറിഞ്ഞാലും തീരാത്ത അത്രയും അറിവുകളാണുള്ളത് എന്നാണ് സഹോദരൻ അയ്യപ്പൻ പദ്യഭാഗത്തിലൂടെ പറഞ്ഞു തരുന്നത്. അറിവും കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ നേടിയെടുക്കുന്നത് ജിജ്ഞാസ നിറഞ്ഞ മനസ്സുകൊണ്ടാണ്. ആദ്യകാലത്ത് ജിജ്ഞാസ തോന്നുമ്പോൾ ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ അവർ മനസ്സിനോട് തന്നെ ചോദിക്കുകയും അനുഭവങ്ങളിൽ നിന്ന് അറിവ് നേടുകയും ചെയ്തു. അത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് പണ്ടുകാലം മുതൽക്കേ മനുഷ്യൻ അന്വേഷണം ആരംഭിച്ചതും അതുവഴി നിരവധിയായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതും. അത് ജനജീവിതത്തിൽ വരുത്തിയ വമ്പിച്ച മാറ്റങ്ങളെക്കുറിച്ചും നെഹ്റു തൻ്റെ ലേഖനത്തിലൂടെ വിശദീകരിക്കുന്നു. ഈ കണ്ടുപിടുത്തങ്ങൾ അനേക ലക്ഷം ആളുകൾക്ക് ജീവിതം കൂടുതൽ ശ്രമരഹിതവും സുഖകരവുമായി തീർന്നു. അറിവ് അനന്തമാണെന്നും അത് ഓരോ കാലത്തും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നും നെഹ്റു നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ രണ്ടിലും പറയുന്നത് അറിവുകൾ എങ്ങനെയുള്ളതാണ് എന്നതിനെ കുറിച്ചിട്ടാണ് അല്ലേ. അടുത്ത പ്രവർത്തനം പ്രയോഗഭംഗിയാണ്. ആശയം ശക്തമായും പൂർണ്ണമായും വായനക്കാരിലേക്ക് എത്തിക്കുന്നതിനായി എഴുത്തുകാർ പ്രത്യേക പ്രയോഗങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. മനോരാജ്യം കൊള്ളുക, മിഴിച്ചു നോക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ നോക്കൂ. ഈ ലേഖനത്തിൽ ഇനിയും ഇതുപോലുള്ള പ്രയോഗങ്ങളുണ്ട്. അവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മനോരാജ്യം കൊള്ളുക, മിഴിച്ചു നോക്കുക എന്നിവയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെയാണുള്ളത്? വിസ്മയാവഹമായ, കണ്ണഞ്ചിപ്പിക്കുക, ജൈത്രയാത്ര, നിരവസാനമായ ഘോഷയാത്ര, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെല്ലാം ഈ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് എന്തൊക്കെയാണെന്ന് അവിടെ എഴുതി കൊടുക്കുക. അടുത്ത പ്രവർത്തനം അവസാനത്തെ പ്രവർത്തനം കൂടെയാണ്. ചിഹ്നങ്ങളുടെ കാര്യം. ഒരു തീവണ്ടി പാത നിർമ്മിക്കുന്നു. ഒരുമിച്ച് പ്രവർത്തിക്കാറാകുമ്പോഴേക്ക് അത് പഴഞ്ചനായി കഴിഞ്ഞു. വാക്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ സാധാരണയായി പൂർണ്ണവിരാമം ഉപയോഗിക്കാറുണ്ട്. പൂർണ്ണവിരാമം എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, ഇവിടെ പഴഞ്ചനായി കഴിഞ്ഞു എന്ന വാക്യം അവസാനിക്കുന്നിടത്ത് ആശ്ചര്യചിഹ്നമാണുള്ളത്. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് നാം വാക്യങ്ങളിൽ ആശ്ചര്യചിഹ്നം ഉപയോഗിക്കുന്നത്? ഇത് വാക്യത്തിൻ്റെ അർത്ഥത്തിലുണ്ടാക്കുന്ന വ്യത്യാസം എന്താണ് എന്നുള്ളതൊക്കെ എഴുതാൻ പറയുന്നുണ്ട്. കൂടാതെ ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. ചിഹ്നം ചേർത്ത് വായിക്കുമ്പോൾ വാക്യങ്ങളിൽ വരുന്ന അർത്ഥവ്യത്യാസം കണ്ടെത്താമോ? എന്തൊക്കെയാണ്? കുഞ്ഞ് നടക്കാൻ തുടങ്ങി, കുഞ്ഞ് നടക്കാൻ തുടങ്ങി. ഈ പൂവിന് നല്ല ഭംഗിയുണ്ട്. ഹായ്, ഈ പൂവിന് എന്തൊരു ഭംഗി. ആരാണ് ഈ വരുന്നത്? അത് ആശ്ചര്യചിഹ്നം ഇട്ടിട്ട് എഴുതിയിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പാഠത്തിൻ്റെ ആശ്ചര്യചിഹ്നം ഉപയോഗിച്ചിരിക്കുന്ന മറ്റു വാക്യങ്ങൾ കൂടി കണ്ടെത്തൂ. ഇനി ആശ്ചര്യചിഹ്നം ഉപയോഗിച്ചുള്ള ഏതാനും വാക്യങ്ങൾ സ്വന്തമായി എഴുതുമല്ലോ എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ആശ്ചര്യചിഹ്നം ഇടുന്നത്, എന്തിനാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ പ്രയോഗങ്ങളും നമുക്ക് എഴുതാം.
ലിഖിത ഭാഷയിൽ വിവക്ഷിതം വ്യക്തമാക്കാനായി ചില അടയാളങ്ങൾ ഇടുന്നതിന് ചിഹ്നം എന്ന് പറയുന്നു. ഭാഷണത്തിലെ വിരാമങ്ങളെയും തുടർച്ചയെയും എഴുത്തിൻ്റെ ഘടനയിലേക്ക് പരിവർത്തിപ്പിക്കുകയാണ് ചിഹ്നം ചെയ്യുന്നത്. വാക്യങ്ങളുടെ തുടർച്ചയിൽ സംശയത്തിന് ഇടവരുത്താതിരിക്കുക എന്നതാണ് ചിഹ്നങ്ങളുടെ ധർമ്മം. അപ്പോൾ നമ്മൾ പറഞ്ഞു പൂർണ്ണവിരാമം, അതുപോലെ തന്നെ ഈ ഒരു ആശ്ചര്യചിഹ്നം, അർത്ഥവിരാമം, വലയം, ഉദ്ധരണി, വിക്ഷേപണി, അങ്ങനെ പറയുന്ന ഒരുപാട് ചിഹ്നങ്ങൾ ഉണ്ട്. ഇനി ആശ്ചര്യചിഹ്നത്തിന് വിക്ഷേപണി എന്നും പേരുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആശ്ചര്യത്തെ അഥവാ അത്ഭുതത്തെ സൂചിപ്പിക്കാനാണ് ഈ ചിഹ്നം ഉപയോഗിക്കുന്നത്. സാധാരണ അർത്ഥത്തെ ഉൾക്കൊള്ളുന്ന വാക്യത്തെ ആശ്ചര്യമോ അത്ഭുതമോ ആക്കി മാറ്റാൻ ഈ ചിഹ്നത്തിന് കഴിയും. ഉദാഹരണം ലളിതമായ സത്യം. അവിടെ എന്താണ് ലളിതമായ സത്യം എന്ന് പറയുന്നത്? ഒരു അത്ഭുതത്തോടെയാണ് അവിടെ പറയുന്നത്. എന്തൊരു നാട് പറയുമ്പോൾ എന്തൊരു ഭംഗിയുള്ള നാടായിരിക്കും, അല്ലെങ്കിൽ എന്തൊരു മോശമായ നാട് എന്ന രീതിയിലും അവിടെ ഒരു അത്ഭുതത്തോടു കൂടി പറയാം. എത്ര മനോഹരമാണ് ഈ ജന്മം, നീ അത് കഴിച്ചോ? ഇതൊക്കെ നമുക്ക് ആശ്ചര്യത്തിൽ പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഇതോടുകൂടി ഈ പാഠഭാഗം കഴിഞ്ഞു. അടുത്ത പാഠഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.